ഇക്വിറ്റി ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ലാൻഡ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിലെ ഹൈബ്രിഡ് കാറ്റഗറിയിൽ വരുന്നതാണ് മൾട്ടി അസറ്റ് എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സിൽ കൂടി ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ. ഇക്വിറ്റി ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ലാൻഡ് ഉണ്ട്. ഇതിന് വലിയൊരു പ്രത്യേകത, ഇപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് ഇപ്പം ഗോൾഡും സിൽവർ നല്ല പെർഫോമൻസ് ഉണ്ട്. അപ്പം ഈ ഒരു കാറ്റഗറിയിൽ അവർ ഏതാണോ കൂടുതൽ പെർഫോമൻസ് വരുന്നത് അതിലേക്ക് കൂടുതലായിട്ട് മാറ്റും. ഓൺ ആൻഡ് ആവറേജ് നമുക്ക് ഒരു മോഡറേറ്റ് റിസ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് ലഭിക്കും. ടോപ്പ് 2 മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫോർ 2026. നമ്പർ 2 കാറ്റഗറിയിൽ വരുന്നത് നിപ്പോൺ ഇന്ത്യ മൾട്ടി അസറ്റ്. ലാസ്റ്റ് 5 ഇയേഴ്സിലായിട്ട് ഏകദേശം 18% ആണ് ആനുവൽ റിട്ടേൺ കൊടുത്തിട്ടുള്ള മോഡറേറ്റ് ആയിട്ടുള്ള AUM സൈസ് ഉണ്ട്, ലോവസ്റ്റ് എക്സ്പെൻസ് റേഷ്യോ ആണ്. നമ്പർ 1 കാറ്റഗറിയിൽ വരുന്നത് ICICI പ്രൊഡൻഷ്യലുടെ മൾട്ടി അസറ്റ്. പഴയ ഒരു സ്കീമാണ്. മോർ ദാൻ 50,000 AUM സൈസ് ഉണ്ട്. ലാസ്റ്റ് 5 ഇയേഴ്സിലായിട്ട് 25% ആണ് ആനുവൽ റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏത് സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഗോളും നമ്മുടെ റിസ്ക്കും എത്ര നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ സ്കീം ചൂസ് ചെയ്യേണ്ടത്. മേയർ റിട്ടേൺസ് നോക്കിയിട്ട് മാത്രമാകരുത്.